ഹലോ. അപ്പോൾ പലരുടെയും ഡൗട്ടാണ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ പൂർണ്ണമായിട്ടും സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ബ്ലൗസ് ഒരിക്കലും ഒരു അരി സ്റ്റാൻഡ് ഇടാൻ വേണ്ടി പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ അത് പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഉള്ള, അതായത് ഇപ്പോൾ പലരും പലയിടത്തായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്തല്ല സ്റ്റിച്ച് ചെയ്യാൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല, വർക്ക് മാത്രമേ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. അതായത് നിങ്ങൾ ടെയിലറിൻ്റെ അടുത്ത് പറയുക, നോർമലി സ്ലീവ് കട്ട് ചെയ്യുന്നത് പോലെ തയ്യൽ തുമ്പൊക്കെ ഇട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്ത് തരാൻ പറയുക. എവിടെയാണോ വർക്ക് ചെയ്യേണ്ടത് അവിടെ മാർക്ക് ചെയ്ത് തരിക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും വർക്ക് ചെയ്യുമ്പോൾ അരയിഞ്ച് എന്താ പറയണ്ടേ, ഞാൻ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്യുക. അപ്പോൾ അരയിഞ്ച് കുറച്ചിട്ട് വേണം കേട്ടോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ സ്ലീവ്സിലൊക്കെ ചെയ്യുമ്പോൾ അത് കാര്യം എന്ന് വെച്ചാൽ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് അടിക്കണ്ടേ. നോർമൽ മെഷീനൊക്കെ ഉള്ളവർക്ക് ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നോർമലി നമ്മൾ സ്ലീവ് കട്ട് ചെയ്ത് ലൈനിങ് നമ്മുടെ എൻഡ് പോർഷനില്ലേ അവിടെ മാത്രം വെച്ച് അടിക്കുക. എന്നിട്ട് നമ്മുടെ എക്സ്ട്രാ പീസ്, അതായത് നമ്മൾ വേസ്റ്റ് തുണി കുറച്ച് വീതിയുള്ള എക്സ്ട്രാ പീസ് എന്ത് ചെയ്യുക, രണ്ട് സ്ലീവ്സിൻ്റെ അവിടെയും സ്ലീവിൻ്റെ ആ മുകളിലും ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ അടിച്ചെടുക്കുക തുണി. ലൈനിങ് എന്ത് ചെയ്യുക, നമ്മൾ ലൈനിങ് ആ താഴത്തെ പോർഷനിൽ മാത്രം അടിച്ച് മറിച്ച് പതിച്ചടിച്ച് വെക്കുക. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ ചെയ്താൽ മതിയേ. കണ്ടോ, ഇതുപോലെ സ്ലീവ്സ് റെഡിയാക്കി എടുക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യുമ്പോൾ 4 സൈഡ് നമുക്ക് തുണി വേണം. അപ്പോൾ ലൈനിങ് ഇങ്ങനെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിങ്ങൾ ലൈനിങ് ഒരു അര-ഇഞ്ച് എക്സ്ട്രാ ആയിരുന്നു കേട്ടോ. നമ്മളെ നോർമൽ തുണിയെക്കാട്ടിലും ഒരു അര-ഇഞ്ച്, കാര്യം അര-ഇഞ്ച് കുറയും അവിടെ തയ്യൽ വരുന്ന സമയത്ത്. ഇനി ഇപ്പോൾ കണ്ടില്ലേ, 4 സൈഡ് നമ്മൾ 3 സൈഡ് തുണി വെച്ച് അടിച്ചിട്ടുണ്ട്. 4ാമത്തെ സൈഡ് ആ താഴത്തെ പോർഷനിൽ ലൈനിങ് നമ്മൾ ഇങ്ങോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പം നിങ്ങൾക്ക് ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ എളുപ്പമായില്ലേ? വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഇന്ന് വരെ ഇങ്ങനത്തെ ഒരു ട്രിക്ക് ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ട്രിക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത്. 4 സൈഡും തുണി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അവിടെയും അടിച്ചെടുത്തിട്ടുണ്ട്, ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ മുകളിലും ഞാൻ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ ഇളക്കാനായിട്ട് നൂല് പൊട്ടിച്ചെടുക്കുമ്പോൾ എളുപ്പത്തിന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ വെക്കുക. അത് കഴിഞ്ഞിട്ട് ഫ്രെയിം അറ്റാച്ച് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യുമ്പോൾ ഞാൻ വളരെ സൂക്ഷിച്ചൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എത്രത്തോളം മാക്സിമം വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് തുണി വാങ്ങിക്കൊണ്ട് വന്നാലും നിങ്ങൾക്ക് തയ്ച്ച് കൊടുക്കാമല്ലോ. നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്ന ആളുടെ അടുത്ത് ഇങ്ങനെ അടിച്ച് കൊണ്ടുവരാൻ പറഞ്ഞാലും മതി. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സാധാരണ നോർമൽ സൂചി നൂലും വെച്ച് റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ചെയ്യുക. അപ്പോൾ ഇവിടെ കണ്ടോ, ഞാൻ നോർമലി നമ്മൾ സ്ലീവ്സിൻ്റെ എൻഡിൽ ലൈനിങ് വെച്ച് അടിക്കുന്നത് പോലെ അടിച്ച് വെക്കുക. അപ്പോൾ അതത്രയും മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഞാൻ കാണിക്കുന്നില്ല എൻ്റെ കൈയുടെ ആ എൻഡ് മാത്രം, മനസ്സിലായില്ലേ? അവിടെ അതുപോലെ അടിച്ചെടുക്കുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഫ്രെയിം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്രെയിം അറ്റാച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ പതിയെ തുണി പതിയെ അടിച്ചെടുത്താൽ മതി. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇപ്പോൾ ഇവിടെ എനിക്ക് താഴെ വർക്ക് ചെയ്യാനില്ല, മുകളിൽ ആ ബോർഡറിൻ്റെ മുകളിൽ മാത്രമേ വർക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ താഴെ വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും ഇപ്പോൾ നമ്മൾ 10 ഇഞ്ചാണ് ടോട്ടൽ വണ്ണം എന്നുണ്ടെങ്കിൽ ഒരു 9.5 ഇഞ്ച് മാത്രം വർക്ക് ചെയ്താൽ മതി. എന്താണെന്ന് വെച്ചാൽ അര-ഇഞ്ച് വിട്ടേക്കുക. കാര്യം നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും സൈഡ് അടിക്കാനുണ്ട്, ചില ഓൾട്രേഷൻ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അര-ഇഞ്ച് കുഴപ്പമില്ല. അര-ഇഞ്ച് അല്ലെങ്കിൽ 9 ഇഞ്ച് ചെയ്താൽ മതി. കൂടുതൽ കുറയ്ക്കാനോ കൂട്ടാനോ പാടില്ല. നൂല് ഓക്കെ, പിന്നെ പൊട്ടിച്ചെടുക്കാനൊക്കെ പാടായിരിക്കും. എന്നിട്ട് ഫ്രെയിമിനകത്തോട്ട് ഇട്ടതിന് ശേഷം, ഇപ്പോൾ ഞാൻ അടിച്ചതിൻ്റെ ഉദ്ദേശം മനസ്സിലായി, നമ്മളൊരു 18 ഇഞ്ച് ഫ്രെയിമാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ പീസ് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ ക്ലോത്തിൽ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫ്രെയിം ഇട്ടിട്ട് പതിയെ നമ്മൾ വലിച്ചു കൊടുക്കുന്ന സമയത്ത് തുണി കീറാനൊന്നും പാടില്ല. അതിനുള്ള എല്ലാ മാർഗവും ഞാൻ എൻ്റെ ഷോർട്സിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ തുണിയിലൊരു ബൈൻഡിങ് നൂലോ അല്ലെങ്കിൽ നമ്മുടെ സാധാ കോട്ടൺ നൂലോ വെച്ചിട്ട്, കോട്ടൺ തുണിയോ വെച്ചിട്ട് ബൈൻഡിങ് ടേപ്പോ തുണിയോ വെച്ചിട്ട് ബൈൻഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പം ആരെങ്കിലും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കയറി കണ്ടു നോക്കണേ. അപ്പോൾ ഞാൻ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ ഫ്രെയിം സെറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരു കാരണവശാലും തുണി ലൂസാവാൻ പാടില്ല. തുണി ലൂസാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല.
ഇപ്പോൾ തുണി കണ്ടോ, ഇതിൽ ലൂസാണ്. ലൂസാവുന്നത് ഒരു കാരണവശാലും നിങ്ങൾ തുണി ലൂസാക്കിയിട്ട് വർക്ക് ചെയ്യാൻ നിൽക്കരുത്. ഇത് കണ്ടോ, ലൂസാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നൂല് വലിച്ചെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വീഡിയോ, വർക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ. കാര്യം ഒരുപാട് ലെങ്തി ആയി പോകും കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല തുണി നല്ല ടൈറ്റ് ചെയ്ത് വെക്കണം. തുണി ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ തുണി ടൈറ്റ് ചെയ്യുന്നത് ഒരിക്കലും തുണി കീറുന്നത് പോലെയോ ഒരിക്കലും തുണി കീറാൻ പാടില്ല. കസ്റ്റമർ കൊണ്ടുവരുന്നത് ഈ സിൽക്കിൻ്റെ തുണിയൊക്കെ പെട്ടെന്ന് കീറിപ്പോകും. അപ്പം നമ്മൾ അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തുണിയും ടൈറ്റായിട്ട് കിട്ടൂ, വർക്കും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി അത് നിങ്ങളിങ്ങനെ കട്ട് ചെയ്തല്ല അല്ലാതെ കൊണ്ടുവരുന്ന തുണി നിങ്ങൾ വർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നതായാലും തുണി സൂക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ തുണി നിങ്ങൾക്ക് ലൂസായി കിടക്കുന്നത് കാണിച്ചു തന്നതാണ്. നമ്മൾ പതിയെ തുണി ടൈറ്റ് ചെയ്ത് നല്ല നമ്മൾ അടിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കുന്ന രീതിയിൽ കണ്ടോ. ഇപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ടായിരിക്കുന്നത് കണ്ടോ, അടിക്കുമ്പോൾ ഇങ്ങനെ ശബ്ദം കേൾക്കണം. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന 2 പോർഷൻ കണ്ടോ, അതിൻ്റെ ഉള്ളിലാണ് എനിക്ക് വർക്ക് ചെയ്യേണ്ടത്. ഇതൊരു 10 ഇഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനൊരു 9 ഇഞ്ച് വർക്ക് ചെയ്തിട്ടുള്ളൂ. ബാക്കി ബാക്ക് വശമാണ്, അത് കുഴപ്പമില്ല. അതുപോലെ നമ്മൾ ചിലപ്പോൾ ഓൾട്രേഷൻ വരുമ്പോഴത്തേക്ക് അടിക്കാൻ ബുദ്ധിമുട്ടാവും ഇതിൽ. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടോ, ഇതാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വർക്ക് ചെയ്തതിന് ശേഷമുള്ള ഇതാണ് ഇതിൻ്റെ വിശദമായ വീഡിയോ ഞാൻ ഇടാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കണ്ടോ, ഞാൻ അവിടെ ഇരുന്ന തുണിയൊക്കെ ഇളക്കി കളഞ്ഞു. നമ്മൾ ലൈനിങ് കണ്ടോ, ലൈനിങ് വെച്ചടിക്കുന്ന സമയത്ത് നമ്മുടെ തുണിയിൽ എന്താവുന്നില്ല, ഇത് കാണാൻ പറ്റുന്നില്ല. വർക്ക് ചെയ്തത് നമ്മൾ അരി വർക്കാണ് ചെയ്തത്, സ്റ്റിച്ച് ചെയ്ത ബ്ലൗസിൽ വെട്ടിയ ബ്ലൗസിലാണ് ചെയ്തത്, പക്ഷേ തയ്യൽ കാണുന്നില്ല. അപ്പം ഇതിൻ്റെ കൊച്ചു പോർഷൻസ് ഞാൻ ഇട്ടിട്ടുള്ളൂ. കാര്യം എനിക്ക് സമയം കിട്ടിയില്ല. അപ്പം ഇതിൻ്റെ ഫുൾ വീഡിയോ, ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. നിങ്ങൾ കമൻറ്റ് ഇടുന്നില്ല, ആരും കമൻറ്റ് ഇടുന്നില്ല. വ്യൂസും കുറവാണ്. കഴിഞ്ഞ 2 വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, വ്യൂസ് ഇല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ കഴുത്തും അതുപോലെ തന്നെ കയ്യും വർക്ക് ചെയ്യുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ഇടുക. നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി, പക്ഷേ ഉറപ്പായിട്ട് കമൻറ്റ് ഇടണേ. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊരു 500 രൂപയ്ക്ക് അകത്തുള്ള ഒരു 500-600 രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ ഒരു വർക്കാണ്. സിമ്പിളായിട്ടുള്ള ബീഡ്സ് വർക്ക്, ട്യൂബ് ബീഡ്സും അതുപോലെ തന്നെ നമ്മുടെ ആൻറ്റി കളറിലുള്ള റൗണ്ട് ബീഡ്സും സീക്വൻസും വെച്ചിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ്. ഈസി വർക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കും കൂടെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളിത് കാണൂ. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഇനിയുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതിയേ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ഇടണം കേട്ടോ. അത് മാത്രമല്ല, ഞാൻ ഇതിൽ കഴുത്തിൽ തുണി അറ്റാച്ച് ചെയ്യുന്നതും കൂടെ ഈ വീഡിയോയിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ വർക്കിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യാം. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ലാഗ് ആവും, ഒരുപാട് വലിച്ച് നീട്ടേണ്ടി വരും. അപ്പോൾ ഇതൊരു 11 മിനിറ്റേ ഉള്ളൂ. 11 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ഒരു ലൈഫ് ടൈം ആക്സസ് ആണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിതാ നമ്മൾ ഈ വർക്കൊക്കെ ഞാൻ ചെയ്ത് കാണിച്ചിട്ടുണ്ട്. പിന്നീട് എൻ്റെ സൂചി, അതായത് അരി വർക്ക്, ബീഡ്സ് വർക്ക് ചെയ്യുന്ന സൂചി എൻ്റെ ഒടിഞ്ഞു പോയി. അപ്പോൾ ഞാൻ അരി നീഡിൽ അല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇതിൽ അധികം ബീഡ്സ് കയറില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ കംഫോർട്ടും ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഓരോന്നായിട്ട് പിക്ക് ചെയ്ത് എടുക്കേണ്ടി വരും. എന്നാലും മോസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന നീഡിൽ ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നീഡിൽ നമ്പർ 23 ആണ്. അപ്പോൾ ഇത് നല്ലൊരു നീഡിലാണ്. നിങ്ങൾക്ക് എൻ്റെ അടുത്ത് കമൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കമൻസിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു സാധനങ്ങളെ ലിങ്ക് ഇടുമെന്ന്. ആക്ച്വലി ഞാൻ ചാലയിൽ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് ഷോപ്പിൽ ഡയറക്റ്റ് പോയി വാങ്ങിക്കുന്നതാണ്, ഓൺലൈനായിട്ട് ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പോൾ എനിക്കറിയാത്ത സാധനം ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെയാണ് തരുന്നത് അല്ലേ. നിങ്ങൾ വാങ്ങി ഇനി അത് ശരിയല്ല. ഞാൻ ഉപയോഗിക്കാത്ത സാധനം നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്തിട്ട് കാര്യമില്ല. ലിങ്ക് അതുകൊണ്ടാണ് ഞാൻ തരാത്തത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ഡയറക്റ്റ് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായില്ല എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് പേര് കണ്ടിന്യൂസ് ആയിട്ട് എന്നും കമൻറ്റ് ഇടാറുണ്ട്. അവരുടെ പേരൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് അപ്പോൾ കുറച്ച് പേര് കണ്ടിന്യൂസ് ആയിട്ട് കമൻറ്റ് ഇടാറുണ്ട്. അവരുടെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. കാര്യം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ ഒരാളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഇതല്ലേ. അപ്പോൾ എനിക്ക് കുറേ പേരൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരുടെ അടുത്തൊക്കെ ഒരുപാട് സ്നേഹമുണ്ട്. കമൻറ്റ് ഇടാത്ത ആൾക്കാർ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ഇടണോ. കാര്യം നമ്മൾ വീഡിയോ ഇടുന്നതല്ലേ. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇല്ലയെന്നിടും, മനസ്സിലായെന്നുണ്ടെങ്കിൽ മനസ്സിലായെന്നിടും. അപ്പോൾ ഇതിൻ്റെ കംപ്ലീറ്റ് വീഡിയോ, വർക്ക് ചെയ്യുന്ന വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കൊരു 10 മിനിറ്റിൽ 600 രൂപ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ 600 രൂപ എന്ന് പറഞ്ഞൊരു ചെറിയ എമൗണ്ട് അല്ലല്ലോ. അപ്പം നിങ്ങൾക്കൊരു ലൈഫ് ടൈം ആക്സസ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ഇടണേ. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് കാണിച്ചിട്ടുണ്ട്. സ്ലീവ്സിൻ്റെ വർക്ക് ചെറുതായിട്ട് ഇതിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നീട് നെക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യുന്ന നെക്കിൻ്റെ പോർഷൻ കൂടെ ഞാൻ കാണിച്ചിട്ടുണ്ടോയെന്ന് തോന്നുന്നു, വീഡിയോ എടുത്തത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. അപ്പം ഈ വാക്ക് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ ഞാനിതിപ്പോൾ എൻ്റെ ഷോപ്പിലിരുന്നാണ് വർക്ക് ചെയ്യുന്ന, വീട്ടിലിരുന്നല്ല. അതുകൊണ്ട് കുറച്ച് ട്രാഫിക് അതിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് വോയിസ് ക്ലിയർ ആവുന്നുണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ 2 സ്ലീവും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. കണ്ടോ, നമ്മുടെ ലൈനിങ്ങിൻ്റെ അവിടെ കണ്ടോ വർക്കൊന്നും വരുന്നില്ല, പക്ഷേ അതിൻ്റെ അടിഭാഗത്ത് വർക്ക് നൂലുണ്ട്. അപ്പോൾ ആരി വർക്കിൻ്റെ പ്രത്യേകത അത് തന്നെയാണ്. നമ്മൾ നോർമൽ സ്ലീവ് ഇട്ട് ചെയ്യുമ്പോൾ, നോർമൽ സൂചിയിട്ട് ചെയ്യുന്ന സമയത്ത് തുണിയിൽ സ്റ്റിച്ച് വരും, പക്ഷെ ഇപ്പുറത്ത് വരുന്നില്ല. അപ്പോൾ അതാ 2 കൈയും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നെക്കിലും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്കിൽ ചെയ്തതിൻ്റെ അത് വീഡിയോ ഞാൻ കാണിച്ചു തരാം. അതായത് നെക്കിൽ എങ്ങനെയാണ് അടിക്കുന്നതെന്നുള്ളത്. നമ്മൾ ഫ്രണ്ട് ഓപ്പൺ ബ്ലൗസാണ്. അപ്പോൾ ഫ്രണ്ട് വലതുവശത്തും ബാക്ക് നെക്കുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ആ പട്ടയില്ലേ, ആ പട്ടയുടെ അവിടെ വെച്ച് തുണി അടിക്കുക. കണ്ടോ, തുണി അടിച്ചു. ഇനി ആ സ്ലീവ്സിൻ്റെ, അതായത് ഇതുപോലെ ആ സ്ലീവ്സിൻ്റെ ആ പോർഷനിൽ അപ്പുറത്തെ പോർഷനിൽ വെച്ച് അടിച്ചതിന് ശേഷം നിങ്ങൾ ഫ്രെയിമിലിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ. നെക്സ്റ്റ് വീഡിയോ കാണാം.